അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യ അവ്വലു മൻ ജഹറ ബിൽ ഖുർആനി പരസ്യമായിട്ട് ഖുർആൻ ഓതിയ ആദ്യത്തെ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു പാവപ്പെട്ട സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് വെച്ച് അർ-റഹ്മാൻ സൂറത്ത് ഓതിയപ്പോൾ ശത്രുക്കൾ തലകിട്ടിയിട്ട് തലപൊട്ടിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരിപ്പ് ചുമക്കുന്ന സ്വഹാബിയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മദീനത്ത് പള്ളിയിൽ ഈ എഴുന്നേറ്റു നിന്നാൽ വളരെ ആകാംക്ഷയോടുകൂടി സ്വഹാബത്ത് കേട്ടിരിക്കും എന്താണ് പറയുന്നത്. കാരണം അതേ ശത്രുക്കൾ വരെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനം ശ്രദ്ധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഖുർആൻ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആദ്യം അത് ഓതി കേൾപ്പിച്ചിരുന്നത്, അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തിരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കാണ്. ഒരു സുബഹി നിസ്കാരാനന്തരം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഒന്നാം സഫിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ സർവ്വ സ്വഹാബികളും അവിടെ നിൽക്കുകയാണ്. എന്താണാവോ പറയാനുള്ളത്? എല്ലാവരും ആകാംക്ഷയോടെ കാതുകൂർപ്പിച്ച് കേൾക്കുമ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? കുടുംബം മുറിച്ചവരുണ്ടോ? ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബാക്കളൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ്. ആരും എഴുന്നേറ്റ് പോകുന്നില്ല. വീണ്ടും അതിനേക്കാൾ ഗൗരവത്തിൽ പറയുന്നു, എന്താ നിങ്ങൾ കേട്ടില്ലേ? ലജ്ജിച്ചു നിൽക്കേണ്ടതില്ല, നാണം കുണുങ്ങേണ്ടതില്ല. നിങ്ങളിൽ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആരുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? മാതാപിതാക്കളുമായിട്ടോ മക്കളുമായിട്ടോ ജേഷ്ഠാനുജന്മാരുമായിട്ടോ അങ്ങനെ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട മാതൃ സഹോദരിമാരോ പിതൃ സഹോദരിമാരോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവുക. രണ്ടാമതും ആരും എഴുന്നേറ്റില്ല. മൂന്നാമത് ഗൗരവത്തോടുകൂടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ, ഒരു കുടുംബം മുറിച്ചവൻ ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥന മേൽപോട്ടുയർത്തപ്പെടൂല. മാത്രമല്ല, കുടുംബം മുറിച്ചവന്റെ അമലുകൾ ഉയർത്തപ്പെടൂല. കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ബന്ധം ചേർത്താത്തവരുണ്ടെങ്കിൽ, അകന്നു കഴിയുന്നവരുണ്ടെങ്കിൽ, പൊരുത്തമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ ഒരു അമലും മേൽപോട്ടുയർത്തുന്നതല്ല. അള്ളാഹുവിൻ്റെ നാളെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് അവൻ്റെ ഹസനത്ത് കാണുന്നതല്ല. ഓ പെങ്ങളെ, നിസ്കരിച്ചിട്ടെന്താ? ഞാൻ ഓർത്തു നോക്കുകയാണ്. ഓരോ വീടുകളെടുത്ത് പരിശോധിച്ചാല് ചില ഉമ്മമാര് പാതിരാക്ക് എഴുന്നേറ്റ് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാര്, എഴുന്നേറ്റിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാര്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ മണിക്കൂർ കണക്കിന് എഴുന്നേറ്റ് നിസ്കരിച്ച് പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്. അതേ സമയത്ത് ആ ഉമ്മ തൊട്ടടുത്ത റൂമിൽ തന്നെയുള്ള തൻ്റെ മരുമകളുമായിട്ട് പൊരുത്തത്തിലല്ല, തൻ്റെ മകനുമായിട്ട് പൊരുത്തത്തിലല്ല, തൻ്റെ മകനുമായിട്ട് സംതൃപ്തിയിലല്ല, തൻ്റെ മരുമകളുമായിട്ട് സംതൃപ്തിയിലല്ല. ഒരുപക്ഷെ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട് തൻ്റെ മരുമകളും നിസ്കരിക്കുന്നു, മരുമകളുമുണ്ട് ഖുർആൻ ഓതുന്നു, മരുമകളുമുണ്ട് പ്രാർത്ഥന നടത്തുന്നു. പക്ഷേ തന്ന അമ്മായിമ്മയെ പറ്റിയിട്ട് സംതൃപ്തതയല്ല, അമ്മായിമ്മയോട് നല്ല പൊരുത്തത്തിലല്ല, തൻ്റെ നാത്തൂന്മായിട്ട് പൊരുത്തത്തിലല്ല. ഞാൻ ചോദിക്കുന്നു, മക്കളെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ഇസ്ലാം ദീൻ അനുസരിച്ചിട്ട് കുടുംബം മുറിച്ചവന്റെ അമലുകൾ മേൽപോട്ടുയർത്തപ്പെടൂല. അവൻ ആരാണെങ്കിലും ശരി, തൻ്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരിയാണെങ്കിലും തൻ്റെ
പ്രിയപ്പെട്ട സഹോദരി പിതൃ സഹോദരിയാണെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആരുമായി പിണങ്ങി നിൽക്കുന്നവരുടെ അമലും ഉയർത്തപ്പെടൂല. നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബുർ റൂഹിൽ രേഖപ്പെടുത്തിയത് കാണാ. അതിന് ആധികാരികമായിട്ട് ഞാൻ പറയാ. ബഹുമാനപ്പെട്ട ഇമാം ദഹബി ദഹബി എങ്ങാനും ഒരാളെ പറ്റി അനുകൂലം പറഞ്ഞാൽ പിന്നീട് ലോകത്തിലേക്ക് അഭിപ്രായം ഉണ്ടാവില്ല. അയാളെ പറ്റി ഒരാൾക്കും അഭിപ്രായം ഉണ്ടാവില്ല. മുഹദ്ദിസീങ്ങളെ നിരൂപണ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ അത്രയും സ്റ്റേണായിട്ട് പറയുന്ന ആളാണ് ഇമാം ദഹബി. ആ ഇമാം ദഹബി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള അവിടെ അംഗീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ അവർപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു. തങ്ങളൊരു ചരിത്രം പറയുന്നത് കാണാം. ആ ചരിത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ്? കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കുടുംബവുമായിട്ട് അകന്ന് കഴിയുന്നുണ്ടെങ്കിൽ, പെങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ആങ്ങളയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, മാതൃ സഹോദരിയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, പിതൃ സഹോദരിയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങള് അതേ ഹജ്ജിന് വന്നതാണ്. ഹജ്ജിന് വന്നപ്പോ മാലിക് ദീനാർ തങ്ങളെ കൂടെ കുറെ ആളുകളുണ്ട്, മുരീദന്മാരുണ്ട്. അന്നാ തന്റെ മുരീദന്മാരോടൊന്നിച്ച് ഹജ്ജിന് വന്നതാണ്. ഹജ്ജിന് വന്ന് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങളെ നേതൃത്വത്തിലാണ്. അതേ ഹജ്ജിന് വന്നാൽ മക്കയിൽ ചെന്നിട്ട് പിന്നീട് മിനയിലേക്ക് പോകണം, അറഫയിലേക്ക് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം, എത്രയോ ദിവസങ്ങൾ ദൂരേക്ക് പോകണം. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഹജ്ജിന് വന്ന ആളുകളുടെ ലഗേജുകളും സാധനങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണല്ലോ കൂട്ടത്തിൽ അമീറായിട്ട് ഉള്ളത്. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ ഈ സാധനങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചു പോകുമെന്ന് അന്വേഷിച്ചപ്പോൾ അതാ മക്കത്ത് പരിശുദ്ധ ഹറം ഷരീഫിലെ ഒരാളെ കാണാനിടയായി. 10-40ഓളം കൊല്ലമായി ആ ഹറമിൽ തന്നെ കഴിഞ്ഞുകൂടുന്നൊരു വ്യക്തിത്വമാ. വെറും ഇബാദത്തുകളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ ഇവരും ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരാളുണ്ട്. ആ ആളുടെ അരികിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ദീനാറിന് വിശ്വസ്തനായിട്ട് തോന്നിയതാണ്. ഇത്രയും നല്ല മനുഷ്യനാണെന്ന് കരുതി മുഴുവൻ ഏൽപ്പിച്ചിട്ട് മാലിക് ദീനാർ തങ്ങളും തൻ്റെ മുരീദന്മാരും ഹജ്ജിന് വേണ്ടി പോയി. അഥവാ ഏറാമിൻ്റെ ദിവസം വന്നപ്പോൾ ഇഹ്റാം ചെയ്തിട്ട് മിനായിലേക്കും അതുപോലെ തന്നെ അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും ഒക്കെ പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ മക്കയിൽ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അവർ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം വന്നപ്പോൾ ഈ തൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്ത് ഏൽപ്പിക്കപ്പെട്ട ആ മഹാനുഭാവൻ അന്വേഷിക്കുന്ന സമയത്ത് കാണാനില്ല. എവിടെ പോയി എന്നറിയില്ല. ഈ സാധനങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നറിയില്ല. ദീർഘമായ അന്വേഷണത്തിൽ കിട്ടിയയാൾ മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരില്ല, ബന്ധപ്പെട്ടവരില്ല, ഉറ്റവരും ഉടയവരുമൊന്നുമില്ല. മാലിക് ദീനാർ തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ഈ സാധനങ്ങളൊക്കെ എവിടെയായിരിക്കും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക? ആരോട് ചോദിച്ചാലാണെന്നറിയുക? മഹാനായ മാലിക് ദീനാർ വല്ലാതെ പ്രയാസപ്പെട്ടു. തൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ തന്നോടല്ലേ ചോദിക്കുന്നത്? അതേ ഹജ്ജിന് ഉംറക്കൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ള ആളുകളുടെ ലഗേജുകളും സാധനങ്ങളുമൊക്കെ അമീറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമീറാണല്ലോ തിരിച്ചു നൽകേണ്ടത്. അമീറെങ്ങാനും വെട്ടിയെടുത്തോ എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങളും സംശയങ്ങളും വരും. ഇരിക്കട്ടെ, മാലിക് ദീനാർ എങ്ങനെ കൊടുക്കും, തിരിച്ചു കൊടുക്കും? അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ അന്ന് വിശുദ്ധ മക്കയിലുള്ള കഅബയുടെ സമീപത്തുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും ഒരു പണ്ഡിതനെ സമീപിക്കുന്നു. എവിടെയാണ് തൻ്റെ സാധനമെന്ന് തിരിച്ചറിയുക. പറഞ്ഞുകൊടുത്ത് മറ്റൊന്നുമല്ല, നിങ്ങൾ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഈ സംസം കിണറിന്റെ സമീപത്ത് വന്നാൽ, സംസം കിണറിന്റെ സമീപത്ത് വന്നിട്ട് നിങ്ങൾ കൊടുത്തേൽപ്പിച്ച മനുഷ്യന്റെ പേര് വിളിക്കുക. സ്വാലിഹീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ
അർവാഹുകൾ അവിടെ സംഗമിക്കലുണ്ട്, പാതിരാക്ക് വരാറുണ്ട്. സൽജനങ്ങളിൽപ്പെട്ട ആളാണോ അവർ അർവാഹുകൾ അവിടെ വരുന്നതാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇരിക്കട്ടെ, മഹാനായ മാലിക് ദീനാർ ഈ പണ്ഡിതന്റെ നിർദ്ദേശമനുസരിച്ച് പാതിരാക്ക് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ള സംസം കിണറിന്റെ അരികിൽ ചെന്ന് അങ്ങ് വിളിക്കുകയാ. 1, 2, 3 തവണ വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല, ജവാബുമില്ല. നിരാശയോടെ തിരിച്ചു പോന്നു. വീണ്ടും ഈ പണ്ഡിതനോട് ചെന്നുകൊണ്ട് പറയുന്നു, ഇല്ല, മറുപടി കിട്ടിയില്ല. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയാണ് അയാൾ ഉപേക്ഷിച്ച് വെച്ചത്, എവിടെയാണ് അയാൾ കരുതി വെച്ചത്? ഒരു മറുപടിയും കിട്ടിയില്ല. ഈ പണ്ഡിതൻ പറഞ്ഞു, എന്നാൽ വലിയൊരു പരിഹാരമുണ്ട്. ഇന്ന കിലോമീറ്ററുകൾക്കപ്പുറം റാബഗിനോടടുത്തുള്ളൊരു ഏരിയയിൽ അവിടെ ഒരു ചെറിയ പൊട്ടൻ കിണറുണ്ട്. ദുർമാർഗികളുടെ ആത്മാവുകൾ അവിടെ എത്താറുണ്ട്. തമ്മാടികളുടെ ഫാസിഖീങ്ങളുടെ ദുർമാർഗികളായ ആളുകൾ, അർവാഹികള് പാതിരാക്ക് അവിടെ എത്താറുണ്ട്. അവിടെ നിങ്ങൾ ചെന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും, നിങ്ങളെ പ്രശ്നം പരിഹരിക്കുമെന്ന്. കിലോമീറ്ററുകളോളം മാലിക് ദീനാർ തങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്തിട്ട് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ പറയപ്പെട്ട പൊട്ടൻ കിണറ്റിന്റെ സമീപത്ത് ചെന്നിട്ട് താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് വിളിച്ചപ്പോൾ കൃത്യമായി മറുപടി കിട്ടിപ്പോയി, ജവാബ് കിട്ടിപ്പോയി. മഹാനായ മാലിക് ദീനാർ തങ്ങൾ ചോദിച്ചു, അല്ല, ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സ്വർണങ്ങളും വെള്ളി നാണയങ്ങളും ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? മാലിക് ദീനാർ തങ്ങൾക്ക് പാതിരാത്രിയിൽ ആ കിണറിൽ നിന്ന് മറുപടി കിട്ടി. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളിതാ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് ഇന്നാലിന്ന മലക്ക് മുകളില് ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹക്കകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് എടുത്തുകൊള്ളുക. മഹാനായ മാലിക് ദീനാർ തങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നു. നിർദ്ദേശം നൽകി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട സമയത്ത് മാലിക് ദീനാർ തങ്ങൾ ചോദിച്ചു, അല്ല, ഇതെന്തൊരത്ഭുതമാണ്! സ്വാലിഹീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, ഔലിയാക്കളുടെ അർവാഹികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നത്? അതൊരുമിച്ച് കൂടുന്ന വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തുള്ള സംസം കിണറിലാണ്. ഞാൻ നിങ്ങൾ അവിടെ പോയി വിളിച്ചുവല്ലോ, നിങ്ങൾ അവിടെ ഉണ്ടായില്ലല്ലോ. ഏറ്റവും ദുർമാർഗികളും തമ്മാടികളുമായിരിക്കുന്ന ആളുകൾ, അർവാഹുകൾ സമ്മേളിക്കുന്ന സ്ഥലത്താണല്ലോ നിങ്ങൾ എത്തിയത്. എന്താ ഇതിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോ ഉമ്മമാരറിയണം, ഉപ്പമാരറിയണം. ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു, മാലിക് ദീനാർ, 40 കൊല്ലമായി ഞാൻ കഅബാലയത്തിന്റെ സമീപത്ത് വരുന്നു. ഞാൻ കൃത്യമായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്നു. ഞാൻ നിസ്കാരങ്ങളും അതുപോലെ ഖുർആനും ഞാൻ പാരായണം ചെയ്യുന്നു. എല്ലാ ഹസനാത്തുകളും പരമാവധി ചെയ്യുന്നു. 40 കൊല്ലമായി ഞാൻ കഅബാലയത്തിന്റെ അരികിൽ വന്നിട്ട് ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു ഇബാദത്തും പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടില്ല, പടച്ച റബ്ബ് മേൽപോട്ടുയർത്തിയിട്ടില്ല. എന്തേന്നറിയോ? ഞാൻ എൻ്റെ നാട് വിട്ടപ്പോ, എൻ്റെ നാട്ടിൽ നിന്ന് വിശുദ്ധ കഅബാലയത്തിലേക്ക് വന്നപ്പോ, ഇബാദത്തിന് വേണ്ടി വന്നപ്പോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അനുജത്തിയായ ഒരു സഹോദരിയുണ്ട്, മാതൃ സഹോദരിയുണ്ട്. ആ മാതൃ സഹോദരിയും ഞാനും പരസ്പരം പിണക്കത്തിലായിരുന്നു. ആ പിണക്കത്തിലായിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിണക്കത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്റെ മാതൃ സഹോദരിയുമായിട്ട് നന്നാവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഞാൻ പരിശുദ്ധ മക്കയിൽ വന്നപ്പോൾ ഓരോ ദിവസവും ഞാൻ ചിന്തിക്കും, എൻ്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരി എൻ്റെ എളിമയോട് പൊരുത്തപ്പെടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവസരം കിട്ടിയില്ല. എൻ്റെ മാതൃ സഹോദരിയുമായി പിണങ്ങി വന്നത് കാരണമായി അന്ന്
അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തൊരു അമലും ഉയർത്തപ്പെട്ടിട്ടില്ല, റബ്ബ് സ്വീകരിച്ചിട്ടില്ല, റബ്ബിന്റെ അരികിലില്ല, മലക്കുകൾ അത് പരിഗണിക്കൂല. അമലുകൾ ഉയർത്തുന്നത് ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അല്ലാഹുവിന്റെ മുഖർറബീങ്ങളായ മലക്കുകളാണ് അമലുകൾ ഉയർത്തുന്നത്. കുടുംബം മുറിച്ചവന്റെ, രക്തബന്ധത്തിൽപ്പെട്ട ആരുമായി പിണങ്ങി നിൽക്കുന്നവന്റെ, ഒരു മുസ്ലിം ആയ സഹോദരനോട് വൈരാഗ്യം വെച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ അമല് ഉയർത്തൂല. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമോ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? എൻ്റെ എളീമയുടെ അരികിൽ ചെന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് മാപ്പ് ചോദിക്കുമോ? ഒന്ന് പൊരുത്തപ്പെടിക്കുമോ? മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്, മാലിക് ദീനാർ തങ്ങളാ കൃത്യമായ അടയാളം വാങ്ങിയിട്ട്, അഡ്രസ് വാങ്ങിയിട്ട് തിരിച്ചു പോയി. അതാ തന്റെ പിതൃമാതൃ സഹോദരിയോട് പൊരുത്തപ്പെടിക്കുകയാ. ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. പൊരുത്തപ്പെട്ടു, ആത്മാർത്ഥമായി പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ ഈ സംസം കിണറ്റിന്റെ സമീപത്ത് ചെന്നിട്ട് പാതിരാക്കി വിളിച്ചപ്പോ കറക്റ്റ് ഇജാബത്ത് കിട്ടിപ്പോയി, അത് സ്വീകരിച്ചു പോയി. ഓ മുസ്ലിമീങ്ങളെ, മാതാപിതാക്കളുമായി, അതേ പെങ്ങന്മാരുമായി, നാത്തൂന്മാരുമായി, കുടുംബത്തിൽപ്പെട്ടവരുമായി, ജേഷ്ഠാനുജന്മാരുമായി പൊരുത്തപ്പെട്ട് കഴിയാത്ത കാലത്ത് ഇബാദത്ത് ഉയർത്തപ്പെടൂല, പടച്ച റബ്ബ് സ്വീകരിക്കൂല.